ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നതേ പഴം പപ്സാണ് കേട്ടോ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത്? ഇവിടെ എറണാകുളത്ത് ഒരു ബേക്കറിയിൽ നിന്ന് കിട്ടുന്നതായിട്ട് എനിക്കറിയാം, കാരണം ഞാൻ ആ ബേക്കറിയിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. പിന്നെ പല സ്ഥലത്തും ചോദിക്കുമ്പോൾ ഇല്ല എന്നാണ് പറയാറ്. അപ്പം ഞാൻ വിചാരിച്ചു അതൊന്നും ഉണ്ടാക്കാമെന്ന്. അപ്പം അതിന് വേണ്ടിയിട്ട് 200 ഗ്രാം മൈദയാണ് എടുക്കണേ കേട്ടോ. ഓൾ പർപ്പസ് ഫ്ലോർ ആയാലും കുഴപ്പമില്ല. അത് ഞാൻ മേശയ്ക്ക് ഇട്ടിരിക്കുന്നത് ഗ്രാനൈറ്റിൻ്റെ ഫ്ലോറാണ്. അതിൻ്റെ നടുക്കായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും, പിന്നെ പഴം പപ്സ് അല്ല, അപ്പം മധുരമുള്ളതാണത്. അപ്പോൾ അതിന് ഒരു ടീസ്പൂൺ പഞ്ചസാര, പിന്നെ അതുപോലെ 1/2 ടീസ്പൂൺ വാനില പൗഡർ എന്നിവ ചേർത്ത് നടുക്കൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിലിട്ടിട്ട് പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യണം കേട്ടോ. ആദ്യം തന്നെ ഞാൻ നടുക്കൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിലാണ് ഉപ്പും പഞ്ചസാരയും വാനില പൗഡർ ഇടുന്നത്. അതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ കൂട്ടി കൊണ്ടുവരണം. പിന്നെ എല്ലാ പൊടിയായിട്ട് മിക്സ് ആക്കിയിട്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഏകദേശം നമ്മുടെ ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ലേ അതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. കുറച്ച് സമയം എടുക്കും ഇത്, പക്ഷേ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോഴേ പ്രത്യേക ടേസ്റ്റാണ് അതിന്, അല്ലേ? കടയിൽ നിന്ന് വാങ്ങണേക്കാളും നമ്മുടെ കൈ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ അത് പ്രത്യേക ടേസ്റ്റും ഉണ്ട് അതിന്. നല്ല ഫ്രഷായിട്ട് കഴിക്കുകയും ചെയ്യാം. അപ്പം നമ്മൾ ഇത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അത് കുഴയ്ക്കാനൊക്കെ ആയിട്ട്, പക്ഷെ എന്നാലും ടേസ്റ്റ് ആലോചിക്കുമ്പോൾ കുറച്ചൊരു ഇൻട്രസ്റ്റും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ തയ്യാറാക്കി പോവും. അപ്പം ഞാൻ എല്ലാ മാവും കൂടിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ഇത് കണ്ട ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു 10 ഗ്രാമോളം നമ്മുടെ അൺസാൾട്ടഡ് ബട്ടറും കൂടി ചേർത്ത് ഇനി ആ ബട്ടർ ഇതിൻ്റെ കൂടെ ഇട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഈ കുഴയിലാണ് കാര്യമുള്ളത് കേട്ടോ. കാരണം ഈ കുഴച്ചിതങ്ങോട്ട് നന്നായിട്ട് വരുമ്പോൾ ഈ മേശപ്പുറത്ത് കാണുന്ന പൊടിയൊന്നും അതിലുണ്ടാവില്ല. അതെല്ലാം ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറ്റി പിടിച്ച് നല്ല സോഫ്റ്റായിട്ട് വരും. ശരിക്കും പറഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് വരും. എനിക്ക് ടെന്നീസ് എൽബോ ഉള്ളതാണ് കേട്ടോ. എന്നാലും എനിക്കത്ര പ്രശ്നമൊന്നും വന്നില്ല ഇത് കുഴച്ചു എന്ന് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. പറ്റുമെങ്കിൽ 2 കൈയും വെച്ച് കുഴച്ചോളൂ കേട്ടോ. നല്ലതാ. കണ്ട നന്നായിട്ട് കുഴച്ച് വന്ന് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. കയ്യിലൊന്നും പറ്റി പിടിച്ചിട്ടില്ല. നമുക്കിത് ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് അതൊന്ന് മൂടിയിടാം കുറച്ച് നേരം. പിന്നെ അതിന് ഉള്ളിൽ വെക്കാനായിട്ട് നമ്മൾ ഇത്തിരി നാളികേരം എടുത്തിട്ടുണ്ട്. അതിലേക്ക് പഞ്ചസാര ഇടാം. നാളികേരം എന്തെങ്ങനെ ഇരിക്കണേന്ന് ചോദിച്ചാൽ കൊത്തായിട്ട് വന്നു. അപ്പോൾ പിന്നെ ഞാനത് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി വേണമെങ്കിൽ അതും കൂടി ചേർക്കാം കേട്ടോ. ഞാൻ ചേർത്തില്ല, എനിക്കിഷ്ടമല്ല ഏലക്കയുടെ ഫ്ലേവർ വരുന്നത്. അപ്പോൾ പഞ്ചസാരയും നാളികേരം മാത്രം അതിലിട്ടിട്ടുള്ളൂ. പിന്നെ കുറച്ച് വേണമെങ്കിൽ നെയ്യും കൂടി ഇടാം കേട്ടോ. അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ആവും. ഞാൻ ഒന്ന് നമ്മുടെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് പരത്തി കൊടുത്തു. അധികം കട്ടി കുറയ്ക്കണ്ട, കുറച്ച് കട്ടിയോട് കൂടി ഒന്ന് പരത്തിയിട്ട് ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ബട്ടർ അല്ലെങ്കിൽ മാർജറിന എന്തെങ്കിലും നെയ്യ് ഡാൽഡ എന്തെങ്കിലും ഒന്ന് പെറ്റി കൊടുക്കാം കേട്ടോ. അതിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതൊന്നും പാടില്ല കേട്ടോ. അതിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ട് വരണം. അപ്പോഴാണ് നമുക്ക് നന്നായിട്ട് അതിങ്ങനെ നന്നായി തേച്ച് പിടിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. അതെല്ലായിടത്തും ഒന്ന് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. ഞാനിത് പണ്ടിങ്ങനെ അമ്മച്ചിയുടെ ആങ്ങള വരുമ്പോഴേ ഞാൻ ചോദിക്കാറുണ്ട് പപ്സ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ചോദിക്കുമ്പോൾ ആ ചാച്ചൻ പറഞ്ഞുതരും, അത് എളുപ്പമടി, അതിങ്ങനെ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നെയ്യ് പരത്തുക, പിന്നെ മടക്കുക, പിന്നെ പരത്തുക, കുറച്ചും കൂടി നെയ്യ് പരത്തുക, പിന്നെയും മടക്കിയിട്ട് പിന്നെ പരത്തിയിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ആവശ്യമുള്ള സ്ക്വയർ മുറിച്ചെടുത്ത് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ചാൽ പപ്സ് തയ്യാറെന്ന് പറയും. പക്ഷെ ഞാൻ പലപ്പോഴും ചെയ്ത് നോക്കിയിട്ട് ഫ്ലോപ്പ് ആവാറാണ് കേട്ടോ പതിവ്. പക്ഷേ ഇന്നുണ്ടാക്കിയപ്പോൾ നന്നായി വന്നു. നല്ല ലെയറായിട്ട് വന്നു. അത് നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞ് അത് കഴിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നി എനിക്ക്. അത്ര പെർഫെക്റ്റായിട്ട് വന്നു. ഞാൻ ആദ്യമായിട്ടാണ് പപ്സ് ഉണ്ടാക്കിയിട്ട് ഇത്ര നന്നായിട്ട് വന്നത്. കാരണം മുമ്പൊക്കെ ഞാൻ സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ച് കൊടുക്കുമായിരുന്നു. അപ്പോൾ ആകെ കൊളാവും. ഇതിപ്പോൾ ഡാൽഡ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നെയ്യ് ഒക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ തവണത്തെ പോലെ ഞാൻ കഴിഞ്ഞ തവണ ഈ ടേബിളിൽ കുറച്ച് മൈദ ഒന്ന് ഇടണമായിരുന്നു. അത് ഞാൻ മറന്നു. ഈ തവണയും മറന്നു. അങ്ങനെ ഇങ്ങനെ ഇത് എടുക്കേണ്ട സമയമായപ്പോഴാണ്
പൊടി ഇടുന്ന കാര്യം അറിഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ചാൽ ടേബിളും ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുക. അപ്പോൾ പിന്നെ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോഴാണ് അയ്യോ പൊടി ഇട്ടില്ലല്ലോ എന്നങ്ങനെ ആലോചിച്ചത്. പിന്നെയും ഞാൻ കുറച്ച് നേരം മൂടി വെച്ചു. പിന്നെ ഞാൻ കുറച്ച് പൊടി ഇട്ടു കേട്ടോ. പൊടിയിട്ട് പിന്നെ ഞാൻ പരത്തിയെടുക്കുകയാണ് ചെയ്തത്. നൈസായിട്ട് പരത്തണം, കുറച്ച് വലുതായിട്ട് തന്നെ പരത്തേണ്ടി വരും കേട്ടോ. നമ്മൾ പരത്തുമ്പോൾ ഇങ്ങനെ ചപ്പാത്തിക്ക് പരത്തണ പോലെ ഇങ്ങനെ ഇങ്ങോട്ട് പരത്താൻ പാടില്ല. ഓരോ സൈഡായിട്ട് ഇങ്ങനെ പരത്തണം, എന്നാലേ അത് ശരിയാവുള്ളൂ. ഞാൻ ആദ്യം ചപ്പാത്തിക്ക് പരത്തണോണം പരത്തി, അപ്പോൾ ശരിയായില്ല. അപ്പോൾ ഏകദേശം നല്ല കനം കുറഞ്ഞ് പരത്തി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നെയ്യ്, ഡാൽഡ എന്തെങ്കിലുമൊക്കെ മതി. അത് റൂം ടെമ്പറേച്ചറിലുള്ളത്. നെയ്യല്ല കേട്ടോ, ബട്ടർ വേണം, അല്ലെങ്കിൽ ഡാൽഡ. അതിങ്ങനെ നൈസായിട്ട് അങ്ങോട്ട് അപ്ലൈ ചെയ്ത് എല്ലായിടത്തും കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഇത് അതിന് ശേഷം ഇങ്ങനെ മടക്കി വരാണ് ചെയ്യണത്. ഇങ്ങനെ മടക്കണ്ട, പിന്നത്തെ മടക്ക് ഇങ്ങനെ മടക്കിയതിന് ശേഷം പിന്നെ ഇവിടുന്ന് ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടും മടക്കണം. അതാണ് അതിൻ്റെ ഒരു മടക്കിൻ്റെ ഒരു വേ ഓഫ് മടക്കൽ. അപ്പോൾ ഇങ്ങനെ മടക്കിയിട്ട് പിന്നെ ഇങ്ങനെ വെച്ചു. പിന്നെ ഇത് നമുക്ക് ഇനിയും നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം കേട്ടോ. ഈ നമ്മൾ ഓരോ മടക്കിയില്ലേ, ഇതിലൊക്കെ ഈ ബട്ടറുള്ള കാരണം ഇതൊക്കെ ഓരോ ലെയറായിട്ട് വന്നത്. പൊടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തൂവി കൊടുത്താൽ മതി. കൂടുതലായാൽ ആ പൊടിയുടെ ആ ഒരു ടേസ്റ്റും അതിങ്ങനെ കട്ട പിടിച്ചൊക്കെ ഇരിക്കും. അത് കാരണം കൂടുതലാവാതെ തന്നെ അത് നന്നായിട്ട് നൈസായിട്ട് പരത്തിയെടുക്കാം കേട്ടോ. അതിന് ശേഷം ഞാൻ അതിൻ്റെ 4 മൂലയൊന്ന് കട്ട് ചെയ്ത് മാറ്റി കളഞ്ഞു. എന്നിട്ട് ഞാനൊരു 4 പഴം പപ്സാണ് വിചാരിച്ചിരിക്കുന്നത്. കാരണം എൻ്റെ കയ്യിൽ ഒരു ഏത്തപ്പഴമുള്ളൂ. അപ്പോൾ ആ ഏത്തപ്പഴത്തിന് 4ആക്കി മുറിച്ചിട്ട് ഓരോ പീസ് വയ്ക്കാം, അതാണ് എൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ ഇതിന് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ സ്ക്വയറായിട്ടുള്ള പീസല്ല കട്ട് ചെയ്യേണ്ടത്, ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ളതാണ് വേണ്ടത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ബാക്കി വരും, എന്നാലും കുഴപ്പമില്ല. കാരണം ആ ബാക്കി വന്നുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ വേറൊരു ഐറ്റം ഉണ്ടാക്കി. അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് വെച്ചു. അതിൻ്റെ ഉള്ളിൽ ഞാൻ ഒരെണ്ണം ഒന്ന് പൊതിയെന്ത് കാണിച്ചു തരാം. നടുക്കിലായിട്ട് നമ്മുടെ നാളികേരവും പഞ്ചസാരയും മിക്സ് ഇട്ടു. പിന്നെ വേണമെങ്കിൽ ലേശം വളരെ കുറച്ച് നെയ്യ് ഒക്കെ ചേർക്കാട്ടോ. അപ്പോൾ ഒരു നല്ല ടേസ്റ്റ് വരും. ഞാൻ നെയ്യൊന്നും ചേർത്തില്ല. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഏത്തപ്പഴം 4 കഷ്ണാക്കി മുറിച്ചിട്ട് അതിലൊരെണ്ണം വെച്ച് കൊടുത്ത് ഒന്ന് ജസ്റ്റ് അവിടേക്ക് ഇവിടേക്ക് ഒന്ന് ആക്കുകയാണ് ചെയ്യണത് കേട്ടോ. 2 സൈഡിൽ നിന്നൊന്ന് പൊതിഞ്ഞെടുക്കുക, അത്ര മാത്രം മതി. ഞാൻ പിന്നെ ആലോചിച്ചു മുകളിലും കുറച്ചിടാന്ന്. അപ്പോൾ പിന്നെ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല രസമാവുമല്ലോ എന്ന് വിചാരിച്ചു. ഇങ്ങനെ പൊതിഞ്ഞു. ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ വെച്ചു. പിന്നെ ഈ സൈഡിൽ നിന്നും കുറച്ച് അതിൻ്റെ മുകളിൽ കൂടെ അത് കവർ ചെയ്ത് വെക്കണം. കാരണം അതിൻ്റെ ഉള്ളിൽ നിന്നൊന്നും പുറത്തേക്ക് പോകാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഞാൻ എടുത്ത പഴം ഇത്തിരി നീളം കുറവായിരുന്നു. അല്ലെങ്കിൽ 2 സൈഡിൽ ഇതുപോലെ ഇങ്ങനെ കാണണം, കണ്ട, അപ്പോഴാണ് അതിൻ്റെ ഇത് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരുള്ളൂ. പിന്നെ ബാക്കി നമ്മൾ സൈഡൊക്കെ കട്ട് ചെയ്തുല്ലോ, അതിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ പഞ്ചസാരയും തേങ്ങയും മിക്സ് ചെയ്ത് വെച്ചുല്ലോ, അത് ആ കൂട്ട് അതിൻ്റെ മുകളിൽ വെച്ച് അതിൻ്റെ മുകളിൽ ഒരു ലെയറും കൂടിയും വെച്ച് ഇനി ഇത് ചുരുട്ടിയെടുക്കുകയാണ് ചെയ്യണം കേട്ടോ. ജസ്റ്റ് നമ്മുടെ ഒരു ചപ്പാത്തി പൊറോട്ട പോലെ ആക്കുക ചെയ്ത് നന്നായി ചുരുട്ടിയിട്ട് ഇങ്ങനെ ചുരുട്ടിയെടുത്തിട്ട് പിന്നെ ഈ ഒരു തട്ടുണ്ടല്ലോ അത് അടിയിലേക്ക് വെച്ചോളാം. അല്ലെങ്കിൽ അത് പുറത്തേക്ക് ആവുകയാണെങ്കിൽ അതിങ്ങനെ തുറന്നു പോകും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് ഇതും കൂടി ബേക്ക് ചെയ്തെടുത്തു കേട്ടോ. ബേക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് കാഷ്യൂനട്ടും കുറച്ച് ഈ പറഞ്ഞ പോലെ തേങ്ങയും പഞ്ചസാര റെഡിയും കൂടി മിക്സും കൂടി അതിൻ്റെ മുകളിൽ ഇട്ടു കേട്ടോ. അങ്ങനെ ഇതെല്ലാം കൂടിയിട്ട് ഞാൻ ഒറ്റ ട്രിപ്പ് ബേക്ക് ചെയ്യുക ചെയ്തത്. അതായത് പപ്സും അതുപോലെ ഇങ്ങനെ ഒരു 4-5 ഉണ്ടാക്കി. അപ്പോൾ എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് ഇങ്ങനെ ബേക്ക് ചെയ്തെടുക്കുകയാണ് ഇനി ചെയ്യാനുള്ള പരിപാടി. ബേക്ക് ചെയ്തപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു. ഇത് കണ്ടോ, ഈ പഴത്തിൻ്റെ പപ്സ് നല്ല എന്താ പറയുക ക്രിസ്പി ആയിട്ടുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം മറന്നുപോയി, എഗ് വാഷ് ചെയ്യാൻ മറന്നുപോയി. ഇതിൻ്റെ മുകളിൽ എഗ് വാഷും കൂടി ചെയ്യണുണ്ട്. അപ്പോൾ ഒരു ഗ്ലേസിങ്ങും കൂടി വരും. അപ്പം ഞാനിതിങ്ങനെ കൈകൊണ്ട് പൊടിച്ചപ്പോൾ അതിങ്ങനെ പൊടിഞ്ഞ് വരാണ് കേട്ടോ. പപ്സിൻ്റെ പോലെ ലെയറായിട്ട് തന്നെയാണ് നമ്മൾ കോക്കനട്ടും അത് വെച്ചിട്ട് നമ്മളൊരു ബാക്കിയുള്ള പീസ് കൊണ്ട് ഉണ്ടാക്കിയില്ലേ,
അതും തയ്യാറായി വന്നത്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ.